വിമാനങ്ങളുടെ പുറംചട്ട നിർമ്മിക്കുന്നത് കാർബൺ എന്ന അതികഠിനമായ ഒരു വസ്തു ഉപയോഗിച്ചാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റായ ഒരു വസ്തുവാണ്. വിൻമിൽ ബ്ലേഡ് നിർമ്മിക്കുന്നത് ഗ്ലാസ് കോമ്പോസിറ്റ് റീഇൻഫോഴ്സ് എന്ന ഒരു വസ്തു ഉപയോഗിച്ചാണ്. അതേപോലെ അരാമൈഡ് എന്ന വസ്തു ഉപയോഗിച്ചാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങളും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും നിർമ്മിക്കുന്നത്. ഈ 3 വസ്തുക്കളുടെയും നിർമ്മാണം ലോകത്ത് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനി സെർടെക്സ് എന്ന കമ്പനിയാണ്. ഈ സെർടെക്സ് എന്ന കമ്പനിയുടെ മേധാവി മലയാളിയായ ഡോക്ടർ പി.കെ.സി. ബോസാണ്. ഡോക്ടർ പി.കെ.സി. ബോസാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. ആദ്യമായിട്ട് അങ്ങയുടെ കമ്പനി സെർടെക്സ്, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങയുടെ കമ്പനി ഈ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ കമ്പനിയെക്കുറിച്ച് നമ്മുടെ മലയാളികൾക്ക് അധികം അറിവില്ല. ആ കമ്പനിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ? ഞങ്ങളുടെ കമ്പനി വന്നിട്ട് 1982 ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ചെയർമാൻ ബ്രൂണോ ലാമേഴ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ലോകത്തിലെ 20 വർഷത്തിനകം ലോകത്തിലെ നമ്പർ 1 കമ്പനി ആയിരിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വിഷൻ ഗ്രീൻ എനർജി, അതായത് വിൻമിൽസ്. അങ്ങനെ വിൻമില്ലിൻ്റെ 78% മാർക്കറ്റ് ഷെയറാണ് നമുക്കിന്ന് ലോകത്തിലുള്ളത്. ഏത് വിൻമില്ല് കാണുന്നോ അതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കുന്നത് മുഴുവൻ ഗ്ലാസ് കോമ്പോസിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഗ്ലാസ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് 6 മടങ്ങ് സ്റ്റീലിനെക്കാട്ടിലും സ്ട്രെങ്ത് കൂടുതലാണ്. വളരെ 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 ലൈറ്റ് വെയ്റ്റുമാണ്. സ്റ്റീലിനെ കഴിഞ്ഞും ഒരു 10 ഇരട്ടി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പക്ഷേ 6 മടങ്ങ് ബലമുണ്ടാകും. അപ്പം നമ്മൾ ഈ വിൻമില്ല് ഉണ്ടാക്കി അതിൻ്റെ ബ്ലേഡ് വന്നിട്ട് ഏറ്റവും ചെറിയ ഒരു മെഗാവാട്ടിൻ്റെ തന്നെ വിൻമിൽ ബ്ലേഡ് വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു 120 മീറ്റർ മുകളിലാണ്, ടവറിൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള അത് ചിലപ്പോൾ ഇപ്പം മിനസോട്ട മാതിരി USA മിനസോട്ടയിൽ പിന്നെ ടെമ്പറേച്ചറൊക്കെ വന്നിട്ട് -40 -50 ഡിഗ്രീസ് വരെ വരും. അതുപോലെ ഇപ്പം രാജസ്ഥാൻ മരുഭൂമികളിലാണെങ്കിൽ ഈവൺ 50-55 ഡിഗ്രി ആ സമയത്ത് വരെ ഇത് വിസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ ഇന്നോവേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഇപ്പം ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഗ്ലാസ്, കാർബൺ ആൻഡ് അരാമൈഡ്. ഗ്ലാസ് വന്നിട്ട് ഈ വിൻമിൽ ബ്ലേഡ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹൈ സ്പീഡ് ബോട്ട്സ്, യോട്ട്സ്, ക്രൂസ് ലൈനേഴ്സ്, അതിനെ മുഴുവനും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആകുമ്പോഴത്തേന് ഫ്യൂവൽ എഫിഷ്യൻസി വരും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ വളരെ കുറവായിരിക്കും. പ്ലസ് ഇതിന് വന്നിട്ട് റസ്റ്റ് ഇല്ല, കൊറോഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതുമില്ല, തുരുമ്പൊന്നും പിടിക്കുകയില്ല. അപ്പം ലൈഫ് സൈക്കിൾ ഒരുപാട് കൂടുതലായിരിക്കും. 20-25 വർഷം നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഈ സുവേജ് പൈപ്പ് ലീക്കാകുന്ന പൈപ്പിൻ്റെ അതിനകത്തൊരു ലൈനർ നമ്മൾ ചെയ്യും ഈ ഗ്ലാസ് കോമ്പോസിറ്റ് വെച്ചിട്ട്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 70 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സിറ്റികളുടെ ബ്യൂട്ടി പോകില്ല, നമ്മളുടെ ട്രാഫിക് ജാം ഉണ്ടാകില്ല, ഇലക്ട്രിക് ലൈനോ ടെലിഫോൺ ലൈനിൻ്റെ ഒന്നും കട്ടിങ്ങോ അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. കാർബൺ എന്ന് പറയുന്നത് ഈ ഓൾ ദി എയർക്രാഫ്റ്റ് ലേറ്റസ്റ്റ് ഇപ്പം വന്നിട്ട് ഈ ബോയിങ്ങിൻ്റെ ഒരു പുതിയ എയർക്രാഫ്റ്റ് വന്ന് ഡ്രീം ലൈനർ അത് വന്നിട്ടൊരു വലിയ എയർക്രാഫ്റ്റാണ്. അതിനകത്തൊരു 600+ ആൾക്കാരെ ഇരിക്കാൻ പറ്റും. അതിൻ്റെ 85% മുഴുവൻ കാർബണാണ്. ഇപ്പം ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഈ ബൊംബാർഡിയർ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. 250 മില്യൺ യൂറോയുടെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെന്ന് പറഞ്ഞാൽ ആ ഫുൾ ബിസിനസ് ജെറ്റ് മുഴുവൻ അതിൻ്റെ ബോഡി, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ എല്ലാം വന്നിട്ട് കാർബണാണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഒരുപാട് കൂടുതലായിരിക്കും. കുറച്ച് വില കൂടും, പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി. അതുപോലെ തന്നെ ബസ്സസ്, ഇപ്പോൾ ഞങ്ങൾ അശോക് ലെയ്ലാൻഡുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ ഒരു പ്രൊജക്റ്റ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ 0 മെറ്റൽ ബോഡി ബസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം ഒക്ടോബറിൽ. അതായത് ഫുൾ ബോഡി ബസ്സിൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഈ JNN-URMൻ്റെ ബസ് നിങ്ങൾ കാണുന്നത്, ആ ബസ്സിൻ്റെ ബോഡി വന്നിട്ട് ഒരു മെറ്റൽ പോലും ഇല്ല അതിനകത്ത്. മെറ്റലിൻ്റെ ഒരു കോമ്പോണൻറ്റേ ഇല്ല, മുഴുവൻ വന്നിട്ട് ഗ്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ബസ്സിൻ്റെ വെയിറ്റ് വന്നിട്ട് 3 ടണ്ണാണ് വെയിറ്റ് കുറയുന്നത്. ആ 3 ടൺ വെയിറ്റ് കുറയുമ്പോൾ അത്രയും ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. അതായത് നമ്മുടെ ഇപ്പം ഫ്യൂവലിൻ്റെ ഇൻക്രീസ്, എവറിഡേ ഫ്യൂവൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്റ്റീലിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, മെറ്റലിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പം നമുക്കൊരു 20% കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെയും
3 വർഷത്തിനകം നമ്മൾ എത്ര പൈസ കൂടുതൽ ചിലവ് ചെയ്യുന്നോ അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്യൂവൽ എഫിഷ്യൻസി, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, ടയറിൻ്റെയും എൻജിൻ്റെയും വെയർ ആൻഡ് ടയർ വളരെ കുറവായിരിക്കും. ബ്രേക്ക് ലൈനേഴ്സും ക്ലച്ച് ഫേസിങ്സും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല കുറേ നാളത്തേക്ക്. എയർ കണ്ടീഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡക്റ്റിൻ്റെ ആവശ്യം വരില്ല, കാരണം ഇത് തന്നെ ഒരു ഇൻസുലേഷൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയധികം സാധ്യതകളുള്ള ഒരു മെറ്റീരിയലിന് എന്തുകൊണ്ടാണ് ലോകത്ത് മറ്റാരും ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത്? കാരണം ഇതിൻ്റെ ഒരുപാട് ഇന്നോവേഷൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പം നമ്മൾ ഈ ബുള്ളറ്റ്, ഇപ്പം ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് ഈ ഓഫ് ഷോർ വിൻമിൽ ഉണ്ടാക്കും. ഓഫ് ഷോർ വിൻമില്ലിൻ്റെ ഇത് അണ്ടർ ദ വാട്ടറിൽ നമുക്കൊരു 200 മീറ്റേഴ്സ്, എബവ് ദ വാട്ടർ 150 മീറ്റേഴ്സ്, എന്നിട്ട് അതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് വന്നിട്ട് ഓൾമോസ്റ്റ് 80 മീറ്റേഴ്സാണ്. അപ്പോൾ അത്ര ഇന്നോവേഷന് വേണ്ടിയിട്ട് ആരും ഇത് ചെയ്യില്ല. ഇപ്പം നോക്ക്, ഡൂപോണ്ട് എന്ന് പറയുന്ന കമ്പനി, അവർ ഈ ആരമേഡ് ഉണ്ടാക്കും. ആരമേഡിൻ്റെ ഓൺലി ഫിലമെൻ്റ് അവരുണ്ടാക്കുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അവർ റോ മെറ്റീരിയൽ ഞങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ ഈ റോ മെറ്റീരിയലിനെ ഉണ്ടാക്കിയിട്ട് ആ റോ മെറ്റീരിയലിൽ നിന്ന് പുതിയ പുതിയ പ്രൊഡക്ട്സിനെ ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ. അപ്പോൾ അത് അത്ര പേഷ്യൻസോ അത്ര ഇന്നോവേഷൻ, കാർബൺ മാത്രം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, ജപ്പാനിലുണ്ട്, മിത്സുബിഷി മുതൽ തോറെ മുതൽ കുറേ കമ്പനീസുണ്ട്. ആരമേഡ് മാത്രമുള്ളവരുണ്ട്, ഗ്ലാസ് ഉള്ളവരുമുണ്ട്. പക്ഷേ ഇത് മൂന്നും കൂടെ വരുന്ന ആരുമില്ല. അവിടെയാണ് ഞങ്ങളുടെ യൂണിക്നെസ്. ഇപ്പം നമ്മളുടെ ഈ MRI ടേബിള്, അതിൻ്റെ ടോപ്പ് ആദ്യമായിട്ട് ഞങ്ങളാണ് ചേഞ്ച് ചെയ്തത്. അതിപ്പം വന്നിട്ട് മുഴുവൻ കാർബൺ ഉപയോഗിച്ചിട്ടാണ്. കാരണം ഒരു MRI ടേബിൾ നമ്മുടെ ഇപ്പം ന്യൂറോ സർജൻ അത് ആളകത്ത് പോകുമ്പം അത് മെറ്റലിൻ്റെ ബോഡി ആകുമ്പം അതിൻ്റെ ഓരോ ഇൻസ്ട്രുമെൻസിലും അതിൻ്റേതായ വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പോൾ കാർബണിലാകുമ്പോൾ അങ്ങനെ വരില്ല. നാസ മുതൽ പെൻറ്റഗോൺ മുതൽ, ഇപ്പം നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ, ഈ ഒരു ട്രൈപ്പോർട്ടില്ലേ ഈ ക്യാമറ വെച്ചിരിക്കുന്നത്, ആ ക്യാമറയെക്കാട്ടിലും വെയിറ്റാണ് ആ ട്രൈപ്പോർട്ടിന്, റൈറ്റ്? അപ്പം ഞങ്ങളുടെ കാർബൺ ഉപയോഗിച്ച് നോക്കുമ്പം ഇതിന് വന്നിട്ട് ഒരു 50%, ഒരു 20% വെയിറ്റേ വരുള്ളൂ. അത് ഇതിനേക്കാൾ ബലം കാണുകയും ഇതിനെ കഴിഞ്ഞും ബലം കാണും. ഇതിനിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇതിന് ഈ പിന്നെ തുരുമ്പെല്ലാം പിടിക്കാൻ തുടങ്ങും. അതിലൊരിക്കലും ജീവിതകാലം മുഴുവൻ തുരുമ്പ് പിടിക്കില്ല. ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലേ ലഡാക്കുള്ള ഈ മുഴുവൻ ബോർഡറിൽ ഈ 20 കിലോ വെയിറ്റുള്ള റൈഫിള്, 50 വയസ്സുള്ളൊരു ജവാൻ, 20 കിലോ വെയിറ്റുള്ള ഒരു റൈഫിൾ, ഈ ട്രൈപ്പോർട്ടിൻ്റെ വെയിറ്റ് ഒരു 25-30 kg വരും. അതെടുത്ത് അത്ര മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ എത്ര പാടുള്ള കാര്യമാണ്, അസാധ്യമായ കാര്യമാണ്. അതായത് അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഈ ട്രൈപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ 5 കിലോ. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു മെഷീൻ ഗണ്ണ് ഒരു കുഴപ്പമില്ലാതെ വെക്കാം. അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് വന്നിട്ട് ഞങ്ങൾ ഈ അരമേഡ് വെച്ചുണ്ടാക്കുന്നത്. ആ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ബ്ലാങ്കിൽ ഒരു AK-47 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആയില്ല. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ജാക്കറ്റ്, ഇവിടെ ഒരു സിബ് കാണും, അതിനകത്ത് 15 കിലോ ഉള്ള 2 സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിരിക്കും. അപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു പോലീസുകാരൻ ഈ സ്റ്റീൽ പ്ലേറ്റും പ്ലസ് അയാളുടെ റൈഫിൾ 10-15 kg കൂടെ എടുത്തിട്ട് ഒരു കള്ളനെ പിടിക്കാനായിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ കള്ളൻ കോയമ്പത്തൂർ ചെല്ലുമ്പോൾ അയാൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ 26/11 ബോംബെയിൽ നടന്ന സമയത്ത് ആ ബോട്ട്, ടെററിസ്റ്റ് വന്ന ബോട്ട് അത് എത്രയോ ഫാസ്റ്റായിരുന്നു ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ബോട്ടിനെ കുറിച്ച്. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കും ഉള്ള എല്ലാ ബോട്ടിൻ്റെ മുഴുവൻ ഇത് റോ മെറ്റീരിയൽ കൊടുക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ബോട്ട് ഇപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡ് നേവി ഗോവ ഷിപ്പ് യാർഡ് ഉണ്ടാക്കിയ ബോട്ടിൻ്റെ വെയിറ്റ് 33% വെയിറ്റ് കുറവായിരുന്നു ഞങ്ങളുടെ സാധനം വെച്ച് ഉപയോഗിച്ചിട്ട്. അങ്ങനെ തന്നെ എയർക്രാഫ്റ്റ്, അങ്ങനെ തന്നെ. അപ്പം നമ്മളുടെ ഒരു ജീവിതത്തിൽ ഇതൊരു ഭാഗമാകുന്ന ഒരു ഇതാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ട് അങ്ങൊരു പുതിയ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതെ. ഈ പ്രപ്പോസലിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്? അതായത് ഇന്ന് ഞാൻ മിസ്റ്റർ മോഹൻലാലിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ CMD. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലും അവരെല്ലാവരും വന്നിരുന്നു. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷനായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ, ഞാനൊരു ക്രാഷ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു. അപ്പം എല്ലാവരും വന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു കാര്യം നടക്കാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു JNNURMൻ്റെ പ്രൊജക്റ്റ് അനുസരിച്ച് ഇത് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 100% ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഡൽഹിയിൽ അവരെ കാണണം, അവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം, അങ്ങനെ അവരുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന്.
പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഈ ഫ്രണ്ടും ബാക്കും മാത്രമായിട്ടൊന്ന് തുടങ്ങാൻ പറ്റുമെന്ന് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ. അപ്പം പിന്നെ ഇത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ അദ്ദേഹം വന്നിട്ട് എനിക്കിപ്പോൾ തന്നെ ഡ്രോയിങ്സും അതുമില്ല അയച്ചു തരും, അതനുസരിച്ച് ഞങ്ങൾ അവർക്കൊരു പ്രപ്പോസൽ കൊടുക്കും. അപ്പം ഞാൻ ആക്ച്വലി വന്നത് അവർക്കൊരു പ്രപ്പോസൽ കൊടുക്കാനായിരുന്നു, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അങ്ങനെ ഒരു സംരംഭം വന്നു കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ തോന്നുന്നത് അവരുടെ ജോലി പോകുന്ന ഒരു സംരംഭമാണോ എന്നാണ്. കാരണം ഞങ്ങളിപ്പം ഇവരുടെ ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഇടുന്ന സമയത്ത് കെ എസ് ആർ ടി സി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങണമെങ്കിൽ, ബോഡി ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് തുടങ്ങണമെങ്കിൽ അവർക്ക് കട്ടിംഗ് മെഷീന്, ബെൻഡിങ് മെഷീൻ, വെൽഡിങ് മെഷീൻ, കുറേ മെഷീനറീസ് വേണം. ഇവിടെ ഞങ്ങൾക്ക് ഒരു മെഷീനറിയുടെ ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു മോൾഡ് മതി. ആ ഒരു മോൾഡിൽ നിന്നും നമുക്ക് 500 ബസ് വെളിയിലിറക്കാൻ പറ്റും. പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ നിർമ്മിക്കാൻ പറ്റും. അപ്പം ഈ നമ്മളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വളരെ തുച്ഛമാണ്. അതുകൂടാതെ നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് നമ്മളൊരു പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കളർ ഇപ്പം നിങ്ങൾ പറയുകയാണ്, ഈ കെ എസ് ആർ ടി സിയുടെ കളർ ഉണ്ടല്ലോ, യെല്ലോ റെഡ് ആണെന്ന് തോന്നില്ലേ, ആ ഒരു കളർ മാത്രം നമ്മളത് പ്രോസസ്സിൽ തന്നെ ആ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കും. അതിനെ പിന്നെ ഇത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. നമുക്കതിനെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പയറിങ്ങിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഒരു ബസ് നിർമ്മിക്കാൻ എത്ര ചിലവ് വരും എന്ന് കാൽക്കുലേറ്റ്? അതായത് ഒരു 12 മീറ്റർ ലോങ് ബസ്സിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ട് അതിൻ്റെ ബോഡിയുടെ കോസ്റ്റ് വന്നിട്ട് 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ വരും. വളരെ കുറവാണ്. അതായത് അതുകൂടാതെ പ്ലസ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണെന്നറിയോ? നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഇപ്പം 3 ടൺ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ 1 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 6 ലക്ഷം രൂപ മുതൽ 10 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് വരും. അതിൻ്റെ അത്ര സേവിങ് ഒരു വർഷം. ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടുമ്പം ഈ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ നിന്ന് തന്നെ മാത്രം, അതായത് ഇപ്പം ഞാൻ 40 രൂപ വെച്ച് കാൽക്കുലേറ്റ്, എനിക്കറിയത്തില്ല എത്രയാണ്, 40-45 ഡീസലിൻ്റെ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതായത് 3 വർഷം കൊണ്ട് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ ആ 3 വർഷം കൊണ്ട് അതിൻ്റെ നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടും. കൂടുതൽ കാലം ഈട് നിൽക്കുമോ? കൂടുതൽ, അതായത് 20 വർഷത്തെ ഗ്യാരണ്ടിയാണ്. അതിന് റിപ്പയർ ഇല്ല, ഒരു റിപ്പയറിൻ്റെ ആവശ്യമില്ല. കാരണം തുരുമ്പാണ് ഒരു ഏറ്റവും വലിയ പ്രധാനം. അതാണ് ഞാൻ അവരോട് ചോദിച്ചു എത്ര ദിവസം നിങ്ങൾ ഈ ഓവറോളും അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് 10-15 ദിവസമൊക്കെ എടുക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ഏത് റൂട്ടിലാണ്, ഏത് തരത്തിലുള്ള യൂസേജാണ്, അങ്ങനെയാണെന്നുള്ള അനുസരിച്ചിട്ട്. നമ്മൾ കൂടുതലായിട്ടും മിസ്യൂസാണ് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഇപ്പോൾ ഈ ലക്ഷറി ബസ്സസ് ഇല്ലേ, ഈ ഇന്ത്യയിൽ ഓടുന്ന എത്രയോ ലക്ഷറി ബസ്സസിൽ വോൾവോ, പിന്നെ മെഴ്സഡീസ്, സ്കാനിയ, എല്ലാം അശോക് ലേലാൻഡ്, പിന്നെ മാർക്കോ പോളോ, ഇതെല്ലാം അവരെല്ലാം വന്നിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓൺലി ഫ്രണ്ട് ബാക്ക് അങ്ങനെയുള്ളിടത്ത് മാത്രം പാർട്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഇതിന് ആദ്യമായിട്ട് അത് അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രോയിങ്സ് എല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഓവറോൾ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഈ പ്രാഥമികമായ മുതൽ മുടക്ക് കൂടുതലാണോ ഈ ഒരു പ്രോജക്റ്റ്? ഈ മെഷീനറി അങ്ങനെയുള്ള ഒന്നുമില്ല നമുക്ക്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്, 50% പോലും ഇല്ല. അതായത് അതിൽ നിന്നൊരു ഈ ഫുൾ ഷെല്ല് ഒരു ബോഡി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഒരു 20% കൂടും. പക്ഷേ ആ 20% നമുക്ക് ഒരു 2 വർഷം മുതൽ 3 വർഷത്തിനകം അത് ക്ലിയർ ആകും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പീരീഡിലുള്ള ഒരു റിപ്പയർ കോസ്റ്റും വരില്ല. ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ വന്നിട്ട് ഇത് മെറ്റൽ ആയതുകൊണ്ട് ഇത് മുഴുവൻ ക്രഷ് ആകും, കാഷ്വാലിറ്റീസ്, ഡാമേജസ്, പിന്നെ ഹാൻഡിക്യാപ്പ് അങ്ങനെയെല്ലാം ആകും. ഇതങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം മെറ്റീരിയലിന് തന്നെ 6 മടങ്ങ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് അത്ര ഒരു ഇമ്പാക്റ്റ് ഒരു സിറ്റി ബസ്സിന് വരികയില്ല. ഈ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും ഈ മെറ്റീരിയലിന് മറ്റുള്ള ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? മറ്റുള്ള ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനിൽ ഒരുപാട്, അതായത് ലോ കോസ്റ്റ് ഹൗസസ് ഇല്ലേ, ഇപ്പം നമ്മൾ ഈ സുനാമിയോ അല്ലെ ഹരിക്കെയിൻ മാതിരിയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ലോ കോസ്റ്റ്, അവിടെ ഇപ്പോൾ അമേരിക്കയിൽ ഹരിക്കെയിൻ വന്നിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ. കാരണം ഈ ഹൗസെല്ലാം അവരുണ്ടാക്കിയിരിക്കുന്നത് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഇതിനകത്ത് നിന്ന് കാഷ്വാലിറ്റീസ് വളരെ കുറവായിരിക്കും.
അങ്ങനെ കുറേ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹൗസിങ്ങിൻ്റെ, കൺസ്ട്രക്ഷൻ സൈഡിൽ, പിന്നെ ഈ ഓട്ടോമൊബൈൽ സൈഡിൽ, മറൈൻ, അതായത് ബോട്ട്, ഹൈ സ്പീഡ് ബോട്ട്സ്, യോട്ട്സ്, ഷിപ്സ്, അങ്ങനെ ഈവൻ നമ്മുടെ പഴയ പുരാതന കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങൾ നമ്മൾ ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അതിനെ റിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഈ കാർബൺ വെച്ചിട്ടാകുമ്പം അതിൻ്റെ ഒരു ചെറിയൊരു ലെയറുള്ള കാർബൺ വെച്ച് കഴിഞ്ഞാൽ അതിനെ ആ ഒറിജിനൽ ബലത്തിൽ തന്നെ അത് നിൽക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഈ തുരങ്കങ്ങൾ ഈ അകത്തുനിന്ന് ഇത് കോൺക്രീറ്റ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനെ റിപ്പയർ ചെയ്യാൻ നോക്കും, പക്ഷേ അതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ലോകത്തിലെല്ലായിടത്തും അതിനകത്തൊരു കാർബണിൻ്റെ ലെയർ അവരിങ്ങനെ കൂട്ട് കൊടുക്കും മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ആർച്ചായിട്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്, അതായത് താപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചണ്ഡീഗഡിൽ അവർ ഇതിനെക്കുറിച്ചൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ മലിനജലം ഒഴുകുന്ന കുഴലുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ ഗ്ലാസ് കോമ്പോസിറ്റ് പ്രോഡക്റ്റിന് കഴിയുമെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് സാധ്യമാകുക? അതായത് നമ്മളിപ്പം നമ്മളുടെ ഇവിടുത്തെ, ഞാനൊരു 3 മാസം മുമ്പ് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്നെ ഇവിടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു. ഇവിടെ അന്നൊരു തിരുവനന്തപുരത്തൊരു മലിനജലത്തിൻ്റെ വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേരളത്തിന്, ഞാനൊരു മലയാളിയായ നിലയ്ക്ക് എനിക്ക് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു വളരെ ആഗ്രഹമാണ്, വളരെയായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജർമ്മൻ മാനേജ്മെൻറ്റ് ടീമിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എല്ലാം കൺവിൻസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇതാണ് ബ്രീഫ് ചെയ്തത്. ഈ പ്രൊജക്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലിനജലം അതിനകത്ത് മുഴുവൻ ഈ ആൽക്കലൈൻ കണ്ടൻറ്റ്, അങ്ങനെയാണിത് ഈ പൈപ്പ് ഇതിനെ അകത്തുനിന്ന് ദ്രവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ നമ്മുടെ ഒരു മാൻഹോൾ തുറക്കും, എന്നിട്ട് നമ്മൾ അതിനകത്തൂടെ ഒരു CCTV ഇടും. ഇത് മുനിസിപ്പാലിറ്റിയോട് പറയും, അതിനകത്ത് നമ്മൾ ഈ വെള്ളം നിർത്താൻ പറയും. എന്നിട്ട് അതിനകത്ത് ഒരു CCTV വെച്ചിട്ട് അതിനകത്ത് ഷൂട്ട് ചെയ്യും, അതിനകത്ത് എത്ര ഡാമേജ് ഉള്ളതെന്ന്. അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 1000 ഡയമീറ്റർ പൈപ്പാണെങ്കിൽ അതിനകത്ത് നമ്മൾ 3 mm തിക്നെസ്സിൽ ഒരു ലൈനർ ഉണ്ടാക്കും ഗ്ലാസ് കോമ്പോസിറ്റ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ രാത്രിയിൽ ട്രാഫിക്കൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ പോവും. അവിടെ പോയിട്ട് ഒരു മാൻഹോളിൻ്റെ ഇത് തുറന്നിട്ട് അതിനകത്ത് ഈ ലൈനർ വലിച്ച് മറ്റേ സൈഡിൽ കൊണ്ടുപോകും. ഒരു വിഞ്ച് വെച്ചിട്ട് അതിനെ വലിച്ചിട്ട് അങ്ങേ സൈഡിൽ കൊണ്ടുപോയിട്ട് മറ്റേ സൈഡിൽ അത് ലോക്ക് ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റീം പമ്പ് ചെയ്യും. അപ്പം അതൊരു 180 ഡിഗ്രിയിലാണ് സ്റ്റീം. അപ്പോൾ ഇത് വന്നിട്ട് അകത്തൊരു ലൈനറാകും. അത് കഴിഞ്ഞിട്ട് ഒരു അൾട്രാ വയലറ്റ് ക്യൂറിങ് മെഷീനുണ്ട്. ഇതിനെ നമ്മൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിടും. അങ്ങനെ 4 പ്രാവശ്യം പോയി കഴിയുമ്പം ഇത് വന്നിട്ട് ഇത് വളരെ ഹാർഡാവും. എന്നിട്ട് നമ്മൾ 70 വർഷത്തെ ഗ്യാരണ്ടിയാണ് അതിന് കൊടുക്കുന്നത്. 70 വർഷം വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിപ്പോൾ ലോകത്തിലൊരു 14,000 മൈൽസ് ഇൻസ്റ്റലേഷൻ ഉണ്ട് ഇപ്പം ലോകത്താകപ്പാടെ. അപ്പം 14,000 മൈൽ എന്ന് പറയുമ്പോഴത്തേനും ഹ്യൂജ് ഇറ്റ് ഈസ്. അപ്പം അമേരിക്കയിൽ, യൂറോപ്പിൽ, ചൈനയിൽ, അതായത് ഷാങ്ഹായ് ആൻഡ് ബീജിങ് കംപ്ലീറ്റ്ലി നമ്മുടെയാണ്. സിംഗപ്പൂർ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റാണ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 10 കിലോമീറ്ററിൻ്റെ ആദ്യമായിട്ട്. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ലീക്കേജ് വരുമ്പോൾ ഒന്നാമത് മലിനജലമായിട്ട് അതിൻ്റെ ഇതുകൊണ്ട് അസുഖങ്ങളും കൊതുകുകളും, പിന്നെ വന്നിട്ട് അത് നമ്മൾ കുഴിച്ചെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേന് സിറ്റിയുടെ ബ്യൂട്ടി പോകും, ട്രാഫിക് ജാമാകും, പിന്നെ വന്നിട്ട് ഈ ടെലിഫോണിൻ്റെ കേബിൾസ്, ഇലക്ട്രിക് കേബിൾസ് എല്ലാം ഡിസ്റ്റർബ് ആകും. പിന്നെ അതിനെ ഫുൾ ചെയ്തു വരണമെങ്കിൽ 3-4 മാസമെങ്കിലും എടുക്കും 1 കിലോമീറ്റർ ചെയ്യണമെങ്കിൽ. ഇതിവിടെ ഞങ്ങൾക്ക് 6 മണിക്കൂർ കൊണ്ട് നമുക്ക് 1 കിലോമീറ്റർ ചെയ്യാൻ പറ്റും. അപ്പം ആ 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പമ്പ് ചെയ്യുന്ന മാതിരി തന്നെ പമ്പ് ചെയ്യാം. അപ്പോൾ ഇത് എത്ര പ്രഷർ വന്നാലും ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ആൻഡ് പ്രൈസ് വന്നിട്ട് 50% കുറവാണ് പുതിയ പൈപ്പ് ഇടുന്നതിലും. അപ്പം നമുക്ക് എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ടെക്നോളജി വൈസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ വ്യക്തിപരമായൊരു കാര്യം, അതായത് കോട്ടയം പാമ്പാടിക്കാരനാണ്. അതെ. അവിടെ നിന്ന് എങ്ങനെയാണ് ഇത്ര വലിയൊരു കമ്പനിയുടെ അധിപനായി മാറിയത്? എങ്ങനെയായിരുന്നു അങ്ങയുടെ വഴികൾ? അത് ജീവിതം എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ജീവിതം എന്ന് പറയുന്ന എപ്പോഴും ഒരു ചലഞ്ചാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു, ഒന്നെങ്കിൽ നമ്പർ 1 ആകണം, ഇല്ലെങ്കിൽ ആരും ആകാൻ പാടില്ലെന്ന്. സോ ഞാനിവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗുജറാത്തിൽ പോയിട്ട് പിന്നെ ഗ്രാജുവേഷനും
പിന്നെ ഞാൻ IIM പോയി. ഇപ്പം ഞാൻ IIM അഹമ്മദാബാദിൽ നിന്ന് ഐ എം അലൂമിനസ് ഓഫ് IIM അഹമ്മദാബാദ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാർട്ടൺ ബിസിനസ് സ്കൂളിൽ US പോയി. പിന്നെ കെല്ലോഗിൽ പോയി. കെല്ലോഗിൽ ഞാൻ ഒരു വർഷം അവിടുത്തെ ഗ്ലോബൽ ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ചെയ്തു. പിന്നെ എൻ്റെ PhD ഞാൻ ചെയ്തത് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 18 വർഷമായിട്ട് ഞാൻ ജർമ്മൻ കമ്പനികളുടെ മേധാവിയായിട്ട് ഇവിടെയായിട്ട് ഞാനിപ്പം 8 വർഷമായി. ഇതിനു മുമ്പ് ഞാൻ 11 വർഷത്തോളം ഞാൻ വലിയൊരു ജർമ്മൻ കമ്പനിയുടെ പവർ ട്രാൻസ്മിഷൻ്റെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ഇപ്പം ഞാൻ വന്നിട്ട് ഒരു 44 രാജ്യങ്ങളുടെ മേധാവിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ 44 രാജ്യങ്ങൾക്ക് പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ, എന്തുകൊണ്ട് നമ്മുടെ ചെറിയ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടാന്ന്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ എമർജിങ് കേരള ഇപ്പം നമ്മൾ ഈ എമർജിങ് കേരള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ എനിക്ക് എൻ്റെ ബോർഡ് മുഴുവൻ എന്നെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ കേരള ഗവൺമെൻറ്റിനോടോ അല്ല കേരളത്തിനോടോ പവർ നമുക്ക് അതായത് ഒരു 5 മിനിറ്റ് പോലും പവർ ഷട്ട് ഡൗൺ പാടില്ല നമുക്ക്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ഈ പ്രോസസ്സ് വന്നിട്ട് വേസ്റ്റായി പോകും. അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുന്നത്. അപ്പം നമുക്കിപ്പോൾ പൂനെയിലുള്ള ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 6 വർഷം മുമ്പാണ് ഇന്ത്യയിൽ വന്നത് ഈ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം 6 വർഷം കൊണ്ട് ഈ കമ്പനി ഇപ്പം 1,500 കോടി രൂപയുടെ കമ്പനിയായി. അപ്പോൾ അത്രയും നമ്മൾ പുരോഗതി മഹാരാഷ്ട്രയിൽ നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൂടാ? അതുകൊണ്ടാണ് ഞാനിന്ന് മോഹൻലാലിനോട് പറഞ്ഞത് നമുക്ക് ഇതൊരു നല്ലൊരു സംരംഭമാണ്, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസും എനിക്കറിയാം. മിസ്റ്റർ ഉമ്മൻചാണ്ടിയോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷനും എനിക്കറിയാം. അപ്പം ഞാൻ എന്നോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എല്ലാവരുടെയും ലിമിറ്റേഷൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അതാണ് എന്നെ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കേരളത്തിൽ ഞാൻ പോയി അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും. പിന്നെ ലേബർ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇവിടെ ലേബേഴ്സിനെ കിട്ടാനില്ല, ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒഡീസയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പണി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു പേടിയാണ് നമുക്ക്. ഇപ്പം നമ്മൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും എല്ലാം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടെൻഷൻ വരണോ വേണ്ടയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. പക്ഷേ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പം ഗോഡ്സ് ഓൺ പീപ്പിൾ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി വരുത്തി കഴിഞ്ഞാൽ ചിലപ്പം സംഗതികളെല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഏതായാലും അങ്ങേക്ക് കൂടുതൽ പ്രോജക്റ്റുകൾ കേരളത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.